സംവിധായകർക്കെതിരായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കൊച്ചിയിൽ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. ഫ്ളാറ്റിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് സമീർ താഹിർ എക്സൈസിന് നൽകിയ മൊഴി. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, വാസ്തവത്തിൽ ഈ ഫ്ളാറ്റിനെ കേന്ദ്രീകരിച്ച് കൊച്ചിയിൽ കഞ്ചാവ് ഉപയോഗം സ്ഥിരമായി നടക്കുന്ന ഫ്ളാറ്റുകളെ കേന്ദ്രീകരിച്ചൊക്കെയുള്ള അന്വേഷണത്തിൽ നിന്നാണ് ഈ സംവിധായകർ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയത്. അപ്പോഴും സമീർ താഹിർ നൽകുന്ന വിവരങ്ങൾ എന്താണ്? അദ്ദേഹം പൂർണ്ണമായും ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നാണോ പറയുന്നത്? ഇക്കാര്യത്തിൽ സമീർ താഹിർ നൽകിയിരിക്കുന്ന മൊഴി പോലീസ് എക്സൈസിന് ഇന്നലെ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, തനിക്ക് ഈ സംവിധായകർ അവിടെ വരുന്നുണ്ടായിരുന്നു, തൻ്റെ അറിവോടെ തൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഈ സംവിധായകരും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും അവിടേക്ക് എത്തിയതെന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ 7 വർഷമായി താൻ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഈ ഫ്ലാറ്റ്. ഈ ഫ്ലാറ്റിൽ വെച്ചാണ് പല സിനിമകളുടെയും തൻ്റെ സുഹൃത്തുക്കളുടെയും അടക്കമുള്ള ചർച്ചകൾ നടക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻസായ സംബന്ധിയായ കാര്യങ്ങൾ പലതും തന്നെ ആസൂത്രണം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. സംവിധായകർ കഞ്ചാവ് ഉപയോഗിച്ച കാര്യമോ സംവിധായകർ കഞ്ചാവ് സ്ഥിരമായി ഉപയോഗിക്കുന്ന കാര്യം, ഇത്തരം കാര്യങ്ങളൊന്നും തനിക്ക് അറിവുള്ളതല്ല എന്നതാണ് സമീർ താഹിർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരിടത്ത് കഞ്ചാവ് ഉപയോഗം നടന്നതിനാണ് മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം സെക്ഷൻ 25 പ്രകാരം ഇദ്ദേഹത്തെ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിടുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ കാര്യത്തിൽ സുപ്രധാനമായ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നടക്കേണ്ടത് ഇവർക്ക് ഈ കഞ്ചാവ് എത്തിച്ചു കൊടുത്ത ആളെക്കുറിച്ചാണ്. ഇതുവരെയും കൊച്ചി സ്വദേശിയാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇയാളിലേക്ക് എത്താനായിട്ട് എക്സൈസിന് കഴിഞ്ഞിട്ടില്ല. പോലീസും ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇയാളിലേക്ക് ചെന്നെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇയാളെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരാളുണ്ട്. അയാളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് എക്സൈസ് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഈ കഞ്ചാവ് എത്തിച്ചു കൊടുത്ത ആളെക്കുറിച്ച് കൃത്യമായ വിവരം, ഇവർക്ക് അറിയാവുന്ന വിവരങ്ങൾ പങ്കുവച്ചെങ്കിലും പക്ഷേ അയാളിലേക്ക് എത്തിപ്പെടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അയാളെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവർ ആവശ്യപ്പെട്ടത് എന്താണ്, എപ്പോഴാണ് ഇവർ പറഞ്ഞത്, ഇവർ സ്ഥിരമായി ഇതിൽ ആവശ്യപ്പെടാറുണ്ട് തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾ, സംശയങ്ങളെല്ലാം തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഇയാൾ മറ്റ് ആർക്കൊക്കെയാണ് ഇത് ഈ രീതിയിൽ സമാനമായ രീതിയിൽ ഇത് സപ്ലൈ ചെയ്യുന്നതെന്ന് അടക്കമുള്ള വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും ഈ അറസ്റ്റിലായവർ നൽകിയ വിവരങ്ങളാണ്. എങ്കിലും ഇടനിലക്കാരനെ കൂടി ഇതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കാനുണ്ട്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.